ഹലോ ടൈലറിങ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് വളരെ കനം കുറഞ്ഞ നൈസായിട്ടുള്ള ടൈപ്പും ഒന്ന് അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പും. ഇത് നമ്മുടെ ഒരു സ്റ്റെൻസിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോന്നും കറക്റ്റായിട്ട് സ്റ്റോൺസ് അലൈൻ ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ അതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു സ്റ്റെൻസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെൻസിൽ നമ്മുടെ കയ്യിൽ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് കനം കുറഞ്ഞ ടൈപ്പ്, അതായത് കട്ടി കുറഞ്ഞ ടൈപ്പാണ്. മറ്റേത് നല്ല അത്യാവശ്യം കട്ടി കൂടിയ ടൈപ്പാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെൻസിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോൺ വർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനുള്ള വീഡിയോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഡ്രസ്സിൻ്റെ ഒരു സ്ലീവ് നമ്മളിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലീവിന് ഉണ്ടോ ഇതേപോലെ നമ്മൾ സ്ലീവ് ഫുള്ളായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലീവിൻ്റെ എൻഡ് വശത്ത് നമ്മളിന്ന് സ്റ്റോൺ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയൊക്കെ നമുക്ക് സ്റ്റോൺ വർക്ക് വരുന്നൊരു ത്രൂ ഔട്ട് സ്റ്റോൺ വർക്ക് വരുന്നൊരു ഐറ്റാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എൻഡ് വശത്ത് ഇതുപോലത്തെ ഒരു സ്റ്റോൺ ലേസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ ഇതേപോലെ സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോൺ ലേസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോൺ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോൺ ലേസ് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഓരോ സ്റ്റോണിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഗ്യാപ്പുകളായിട്ട് ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ. ഈ ഒരു സെൻറ്ററിൽ കൂടെ ഒരു ചെറിയ ഗ്യാപ്പ് കാണാൻ പറ്റും. ഈ ഒരു ഗ്യാപ്പിലൂടെ കറക്റ്റായിട്ട് നമ്മൾ എവിടെയാണോ ഈ സ്റ്റോൺ ലേസ് അറ്റാച്ച് ചെയ്യേണ്ടത് അവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളൊരു കോട്ടൺ തുണി വെച്ച് നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അയൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാക്ക് സൈഡിൽ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഷീറ്റ് നല്ലപോലെ മെൽട്ടായിട്ട് ഇതേപോലെ നമ്മുടെ തുണിക്കകത്ത് ഒട്ടി നിൽക്കും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് അലക്കിയാലൊന്നും പോകാത്ത രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്റ്റോൺ വർക്ക് ചെയ്ത പോലെ തന്നെ ഈ സ്റ്റോൺ ലൈസ് നമുക്ക് എൻഡിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വീതിക്കും ഇത് സ്റ്റോൺ ലൈസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് സ്റ്റോൺ ലൈസ് വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ അത് വെച്ച് നമ്മൾ എൻഡ് വശം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റെൻസിലാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റെൻസിലിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇതേപോലെ നിറയെ ഹോളുകളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഈ ഒരു സ്റ്റെൻസിൽ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത് നമ്മൾ ഒരു ഓൺലൈനകത്ത് നമ്മളൊരു ഇൻസ്റ്റാ പേജിനകത്ത് ഇതുപോലത്തെ ഡിസൈൻ കണ്ട സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന എങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഔട്ടർ സൈഡ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് സ്ലീവിൻ്റെ എത്രത്തോളമാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്ലീവിൻ്റെ ഔട്ടർ സൈഡ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടാണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഗോൾഡൻ കളറിലെ സ്റ്റോൺസാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡ്രസ്സിനകത്ത് ഇതേപോലത്തെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ത്രൂ ഔട്ടായിട്ട്. അപ്പോൾ കണ്ടോ നമ്മളിതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ കളറിലുള്ള ചെറിയ സ്റ്റോൺസാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറിലാണോ വേണ്ടതൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗോൾഡൻ കളറാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഗോൾഡൻ കളറിലെ സ്റ്റോൺസാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ചെയ്ത് വെച്ച സ്റ്റെൻസിൽ വെച്ച് നമ്മൾ ഗം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ ഫാബ്രിക് ഗ്ലൂ ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റെൻസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു എൻഡ് വശത്ത് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഉണ്ടോ നമ്മുടെ ആ സ്റ്റോൺ ലൈസ് അറ്റാച്ച് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ നീങ്ങിപ്പോകാത്ത രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിത് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ആ ഒരു ഫുൾ ത്രൂ ഔട്ട് ആയിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ രണ്ട് ലൈനിൻ്റെ ഉള്ളിലേക്കായിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഈ ഒരു സ്റ്റോൺ വർക്ക് വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക് ഈ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ത്രൂ ഔട്ട് ഫുള്ളായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരേപോലെ തന്നെ ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഫുള്ളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല. ആദ്യം കുറച്ച് ഏരിയ ഗം ഇട്ടതിന് ശേഷം ആ ഒരു ഭാഗം സ്റ്റോൺ ഒട്ടിക്കും. അതിനുശേഷം ബാക്കിയുള്ള ഏരിയ ചെയ്തു പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഗമ്മ് കുറേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗമ്മ് പെട്ടെന്ന് സെറ്റായി പോകും. അപ്പോൾ നമ്മൾ സ്പീഡാക്കി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് ആദ്യം കുറച്ചൊരു ഏരിയ നമ്മളിതുപോലെ ഗമ്മിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റോൺസ് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു പിൻ എടുത്തിട്ടുണ്ട്. പിന്നിൻ്റെ എൻഡിലായിട്ട് ഇച്ചിരി ഗമ്മാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഓരോ സ്റ്റോൺസായിട്ട് ഇതുപോലെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളിവിടെ എല്ലാ ഗ്യാപ്പിലും സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഗ്യാപ്പിലും നമ്മളിതുപോലെ ഗമ്മിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്യാപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഒരേ യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കറക്റ്റ് ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഇടവിട്ടിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ സ്റ്റോൺസ് ആയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെൻസിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ അടിവശത്തിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഏകദേശം ഈ ഓരോ സ്റ്റോൺസ് ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗമ്മിട്ട് അത്ര ഏരിയ നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഏരിയയിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഗമ്മിട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റോൺസ് കൂടെ ഇട്ട് കൊടുക്കാം. ഉണ്ടോ നമ്മൾ ഇത്ര ഏരിയ കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ബാക്കിയുള്ള ഏരിയയിലും ഇതേപോലെ തന്നെ നമുക്ക് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ സ്റ്റോൺസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഗം ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റെൻസിലെടുത്ത് മാറ്റിയിട്ടും നമുക്ക് സ്റ്റോൺസ് വെച്ച് കൊടുക്കാം. പക്ഷേ അങ്ങനെ ആകുമ്പോൾ തെറ്റാൻ വളരെ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഗമ്മ് എല്ലായിടത്തും ഒരേപോലെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഏരിയ ചെയ്തതിന് ശേഷം സ്റ്റോൺസ് വെച്ചതിന് ശേഷം പിന്നെ സാവധാനം ചെയ്താലും മതി. പക്ഷേ നമ്മൾ സ്റ്റെൻസിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യാതെ മാക്സിമം ഇതേപോലെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതേപോലെ നമ്മൾ ഓരോ ഹോൾസിലായിട്ട് ഇതുപോലെ നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ഒരേ ഡിസൈനിൽ ഒരേ യൂണിഫോം ആയിട്ട് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ഏരിയയിൽ നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്റ്റോൺസ് ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൈകൊണ്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ കൈകൊണ്ട് വെച്ച് കൊടുക്കാം. ചെറിയ സ്റ്റോൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ മറ്റേ നീഡിലിൻ്റെ എൻഡിൽ വെച്ചിട്ട് അങ്ങനെ പിക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ അത്ര ഏരിയ ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റോൺസ് വെച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, വളരെ ഈസി ആയിട്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനകത്താകുമ്പോൾ നമുക്ക് നീങ്ങിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേ ഫസ്റ്റ് സ്ലീവിൻ്റെ ഏരിയ ഫുള്ളായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഓരോ സ്റ്റോൺസ് വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റെൻസിൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ പെട്ടെന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ശ്രദ്ധിക്കണം. വേണമെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ആയതിനു ശേഷം സ്റ്റെൻസിൽ റിമൂവ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഗ്യാപ്പും ഒരേ രീതിയിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. നമുക്ക് സ്റ്റെൻസിലൊന്ന് റിമൂവ് ചെയ്തിട്ട് നോക്കാം. മെല്ലെ സാവധാനം നോക്കിയിട്ട് ഈ സ്റ്റെൻസിൽ ഇവിടുന്ന് എടുത്ത് മാറ്റാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് എല്ലാം ഒരേ ലൈനിൽ ഒരേ ലെവലിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഗമ്മൊക്കെ ഇനി നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെയിൽ കൊണ്ട് ചെന്ന് ഹീറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ഗമ്മെല്ലാം ഒന്ന് മെൽട്ടായി പോകും. അപ്പോൾ അതിന് ശേഷം സ്റ്റോൺ മാത്രമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഗമ്മ് കാണാൻ പറ്റും. അപ്പോൾ ഗമ്മ് നല്ലപോലെ ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് വെയിൽ ഒളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗമ്മെല്ലാം നല്ലപോലെ ആവിയായി പോയതിന് ശേഷം നമ്മുടെ സ്റ്റോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഗമ്മ് കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഗമ്മ് ഉണ്ടാവില്ല, സ്റ്റോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും കൂടി ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റോൺ ലൈസ് ഒരു എൻഡിൽ വെച്ചു. അതിനുശേഷം ഇതേപോലെ സ്റ്റെൻസിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് ഓരോന്നിനും ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഓരോ സ്റ്റോൺസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ സ്റ്റോൺ വർക്ക് നമുക്ക് ഫിനിഷ് ആവുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ എൻഡിലും വേണമെങ്കിൽ ഇതുപോലത്തെ സ്റ്റോൺ ലൈസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ബോർഡർ പോലെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ സ്റ്റോൺ വെക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ ഒരു സ്റ്റെൻസിലിൻ്റെ യൂസാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ലീവാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്ലീവ് നമ്മൾ നേരത്തെ കാണിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലെന്ന് തീർച്ചയായും നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് രണ്ടാമത്തെ സ്ലീവ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ രണ്ടാമത്തെ സ്ലീവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റെൻസിലൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് എല്ലാം ഒരേപോലെ ഒരേ ലൈനിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇതിൻ്റെ ഔട്ടർ സൈഡിലും ഒരു ലേസ് കൂടെ വെച്ച് കൊടുത്താൽ നമ്മളെ ഫൈനൽ ലുക്ക് അടിപൊളിയാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം മാജിക് നീഡിൽ.